കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഉരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപടാവനിക്ക് കൊള്ളും. ഈ അടവുകളൊന്നും പണ്ട് റസൂലിനും സഹാബത്തിനൊന്നും അറിയാത്തത് കൊണ്ടായിരുന്നു ബദർ യുദ്ധത്തിൽ ആയുധങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും കഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊക്കെ അറിയുമെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് ഇതല്ലേ ചെയ്യുക? യാദൽ ജലാലു വല്ലിക്റാം, കയ്യിലിങ്ങനെ ഉറച്ചിങ്ങിയിട്ട് ശത്രുവിനെ കൊല്ലാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ഇവരെ പോലത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വെറും ജനങ്ങളെ വഞ്ചിക്കുക, കളവ് പറയുക, ചൂഷണം ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ചൊല്ലിയാൽ ആർക്കാണ് ഉപദ്രവം കിട്ടുക? ആർക്കാണ് കത്തിൻ്റെ വാട് പോലെ മൂർച്ച കിട്ടുക? ഇങ്ങനത്തെ ഓരോരോ തട്ടിപ്പുമായിട്ട് ഇങ്ങനെ തലയെക്കെട്ട് മൊയ്ലാന്മാർ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ നിങ്ങൾ ശ്രദ്ധിക്കുക.